ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ പല സ്ത്രീകളെയും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനൊന്നും ഇത് ആദ്യമായിട്ടാ. ഇതെന്താ ഇങ്ങനെ? ഇത് സ്റ്റൈലാണ്. എഴുതി വെക്കണം. അയ്യോ, ഞാൻ എഴുതാറുണ്ട്. അതല്ല, ഇത് സ്റ്റൈലാന്ന് ഇവിടെ എഴുതി വെക്കണം. അയ്യോ, അതല്ല, ഞാൻ എഴുത്തിന്റെ ഭാഗങ്ങളായിട്ട് അമേരിക്കയിൽ പോകുമ്പോൾ അവിടുത്തെ ഹെയർ സ്റ്റൈൽ ആയിരിക്കും, ഈജിപ്തിൽ പോകുമ്പോൾ അവിടുത്തെ ഹെയർ സ്റ്റൈൽ ആയിരിക്കും, ജപ്പാനിൽ പോകുമ്പോൾ അവിടുത്തെ ഹെയർ സ്റ്റൈൽ ആയിരിക്കും. വല്ലതും വിളിച്ച് പറഞ്ഞിട്ട് അവസാനം ഇവിടുത്തെ എയറിലെ സ്റ്റൈലായിട്ട് ഇങ്ങനെ കടന്ന് കറങ്ങും. അത് ആലോചിച്ചിട്ട് വേണം. പിന്നെ ഗ്രീസിൽ പോയിട്ടുണ്ടോ? ഗ്രീസിൽ മാത്രം പോയിട്ടില്ല. പോകണ്ട. എന്നിട്ട് വേണം ഗ്രീസ് എല്ലാം കൂടെ വാരി തലേ വെക്കാൻ. അതങ്ങനെ ചെയ്യൊന്നും വേണ്ട. ഇത് ബെർഗണ്ടിയാണോ ഞാൻ അടിച്ചിരിക്കുന്നത്? ബെർഗണ്ടിയാണോ? മനസ്സിലായില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടെ വാരി കെട്ടി ഇവിടെ ഒരു മുഴ പോലെ കെട്ടി വെക്കണം. എന്തിന്? അതാകുമ്പോ ബെർഗണ്ടിയാന്ന് മനസ്സിലായില്ലേലും പറങ്ങാണ്ടിയാന്നെങ്കിലും വിചാരിച്ചോളൂ. മിമിക്സ് ഗാനമേളയിലുണ്ടായിരുന്നു 2 വർഷം. ഗ്രൂമിങ് വേണം. എന്തിന്? തുപ്പലി തെറിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എന്തായാലും ഈ സാധനം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു, അപ്പൊ ഇതിന്റെ കൂടെ 2 കൊമ്പൂടെ വെക്കാത്ത എന്ത്? എന്തിനാ? അതാകുമ്പോ മൂക്കേറിട്ട് കഴിഞ്ഞാൽ സിന്ധു പശുവിന്റെ കറക്റ്റ് ഫിഗർ ചെയ്യാം. ഗൂഗിളിൽ തർജ്ജമയുണ്ട്, അല്ലാതെ വേറെ മാർഗമില്ല മനസ്സിലാക്കാൻ. ഇരിക്കാം. ഇരുന്ന് സംസാരിക്കാം. ഇരിക്കാം. ഞാൻ എന്തെന്നറിയാമോ, ഞാൻ എന്തിനാ അങ്ങനെ ഇരിക്കണേ? അത് മതി. മോളുടെ വീടല്ലേ? അതെ. നമ്മുടെ അതിഥിയല്ലേ? ഇരുന്നോളൂ. അല്ല, അത് വേണ്ട, ഇത് മതി. കേറി ഇരുന്നോളൂ. ഇങ്ങനെ ഇരുന്നോളൂ. അല്ല, ഇങ്ങനെ മതി. ഇരുന്നോളൂ. കേറി ഇരുന്നോളൂ. അല്ല, ഇങ്ങനെ മതി. അത് കുഴപ്പമില്ല, ഇരുന്നോളൂ. അല്ല, ഇരുന്നോളൂ. ഈ ലോഡിങ്ങിന്റെ പരിപാടി ഉണ്ടാ? മനസ്സിലായില്ല. ഒരു സൈഡിൽ നിന്ന് കയറ്റുമ്പോ അടുത്ത സൈഡിൽ നിന്ന് ഇറക്കുന്നത്. പിന്നെ ഒരു കാര്യത്തിലാണ് സങ്കടം. ദീപക്ക് നിങ്ങളുടെ മോളുമായി പ്രേമത്തിലായി. അതെ. ഇവിടെ വിളിച്ചോണ്ട് വന്നു. 4 ദിവസമാണ് ഞാനും ദീപകന്റെ അച്ഛനും ആ ഇരുട്ടു മുറിയിൽ അറിയാതെ. അല്ല, അങ്ങനെ ഒന്നും അറിയത്തില്ല. പിന്നെ ഒരു ദിവസം കഴിയുമ്പോ ഇങ്ങനെ ഇറങ്ങണം. വെറുതെ ഈ 3 ദിവസം എന്തിനു കളഞ്ഞ? ഇരുട്ട് മുറിയാതാ. വിഷമം കൊണ്ടിരുന്നെ പറഞ്ഞ വിഷമം കൊണ്ട് അങ്ങനെ എല്ലാവരും നമ്മുടെ അവരുടെ കൊച്ചിന്റെ വീട്ടിലും അവിടെ എല്ലാം വിഷമവും കാര്യങ്ങളൊക്കെ. പിന്നെ എനിക്ക് ഒരു കാര്യത്തിൽ ചെറിയ തർക്കമുണ്ട്. എന്താണ് കാര്യം? ശരി, നമ്മൾ സാധാരണക്കാരി, പക്ഷെ ഇംഗ്ലീഷ് വെച്ചുള്ള ഈ വാക്ചാരുത എനിക്ക് പിടിക്കത്തില്ല. കാരണം നമുക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ. കാര്യം ശരി, പക്ഷെ ഇംഗ്ലീഷ് അറിഞ്ഞുകൂടെയും എനിക്ക് ഹിന്ദി അറിയാം. ഞാൻ കുറെ ആൾ വെൽഡിങ്ങിന്റെ പണിയായിട്ട് ബോംബെയിലായിരുന്നു. ബോംബെയിൽ പോയെന്ന് പറഞ്ഞൊക്കെ ഹിന്ദി പറയാൻ പറ്റും. ബോംബെ പോയാൽ ഒരാൾക്ക് ഹിന്ദി നിസ്സാരമായിട്ട് പറയാൻ പറ്റും. കുത്തേക്ക വെച്ചേ എന്തെങ്കിലും വെച്ചാ അതാ ഞാൻ പട്ടിണിയായിട്ടിരിക്കണ. എനിക്കറിയാം ഹിന്ദി. ഹമാരെ രാഷ്ട്രഭാഷ ഹേ ഹൈ ഹോ ഹൗ ഹം. എല്ലാം അറിയാലോ. ഒരു കാര്യത്തിൽ മാത്രമേ വിഷമമുള്ളൂ. എന്താണ്? ഒളിച്ചോട്ടം കഴിഞ്ഞ് അവരോട് വന്നു. ഒരു സങ്കടമാണ് നമുക്ക് ഏൽപ്പിച്ചത്. എന്ത്? നിങ്ങളൊരു വ്യക്തിനെ സത്യം മനസ്സിലാക്കണം. എന്റെയും ദീപകിന്റെ അച്ഛന്റെയും കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഗർഭിണിയായത്. നമ്മുടെ അവിടെ അങ്ങനല്ല കേട്ടാ. കാരണം ഈ കല്യാണം ഉറപ്പിക്കാൻ തന്നെ ഈ പോസ്റ്റ് ഓഫീസിൽ കൊറിയർ ആയിട്ട് വരും കൊച്ച്. അല്ല, അങ്ങനെ തന്നെ. പിന്നെ എല്ലായിടത്തും അങ്ങനെയാണ്. അതാണ് പറഞ്ഞത്, അത്രയ്ക്ക് സങ്കടം ഉണ്ടെന്ന്. ശരി. ചായ കൊണ്ടുവരുമോ? ചായ കൊണ്ടുവരട്ടെ. ചായ കുടിച്ചിട്ടേ. ചായ കൊണ്ടുവരും. ചായ ഇറക്കി വെക്കത്തില്ല, ഞാൻ കയറ്റി വെക്കാം.